ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഹോണർ 50 ലൈറ്റ് എന്ന തകർപ്പൻ ഫോണിനെ കുറിച്ച് പരിചയപ്പെടാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട ഹോണർ 50യുടെ ഇളയ സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. ഹോണർ 50യുടെ വിശേഷങ്ങൾ പറയുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 6.67 IPS LCD ഡിസ്പ്ലേയിൽ വരുന്ന ഈ ഫോണിൻ്റെ പ്രൊസസ്സർ ഒക്ടാകോർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 662 ആണ്. ഇതിൻ്റെ ബോഡി ഡിസൈൻ ഗ്ലാസ് ടൈപ്പാണ് നൽകിയിട്ടുള്ളത്. ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സൽ ഡെപ്ത് ക്യാമറയും നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ 16 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റോറേജ് നോക്കാം. 6GB അതുപോലെ തന്നെ 8GB വേരിയൻറ്റുകളിൽ ആണ് റാം വരുന്നത്. 128GB ഇൻബിൽറ്റ് സ്റ്റോറേജിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിന് എക്സ്പാൻഡബിൾ പറ്റില്ല. ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഹോണർ 50ക്ക് ഉള്ളതുപോലെ തന്നെ 4300 mAh തന്നെയാണ് ഇതിനും നൽകിയ ബാറ്ററി കപ്പാസിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കിൽ 66 വാട്ടിൻ്റെ സൂപ്പർ ചാർജിങ് ചാർജറും USB ടൈപ്പ് C പോർട്ട് കേബിളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മിനിറ്റിനുള്ളിൽ 40% വരെ ചാർജ് കയറുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ സെൻസറുകളെ പറ്റി പറയുകയാണെങ്കിൽ ഹോണർ 50 ലൈറ്റിന് ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. അത് സൈഡ് പൊസിഷൻ ലൈറ്റാണ് നൽകിയത്. അതുപോലെ തന്നെ ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ അങ്ങനെയുള്ള സെൻസറുകളൊക്കെ ഇതിന് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീഡിയ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ 3.5mm ഓഡിയോ ജാക്ക് ഇതിന് നൽകിയിട്ടുണ്ട്. എന്നാൽ FM റേഡിയോ ഇല്ല. നെറ്റ്വർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ നാനോ സിം തന്നെയാണ് ഇതിനും. 5G ഇതിൽ ലഭ്യമാണെങ്കിലും ഇന്ത്യൻ ബ്രാൻഡുകളിൽ 4G, 3G, 2G സപ്പോർട്ടുകളാണ് വരുന്നത്. ഇനി ഹോണർ 50യെ പോലെ ഇതിൻ്റെയും ശ്രദ്ധേയമായ കാര്യം പറയാനുള്ളത് ഗൂഗിൾ സർവീസസ് ആണ്. ഗൂഗിൾ ക്രോം, പ്ലേ സ്റ്റോർ അതുപോലെ തന്നെ യൂട്യൂബ് എന്നിവയെല്ലാം ഹോണർ 50 ലൈറ്റിലും അവൈലബിൾ ആണ്. കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹുവാവേ നോവ 8യും ഹോണറിൻ്റെ തന്നെ X20യും ഈ ഫോണും തമ്മിൽ ഏതാണ്ട് ലുക്കിലും ഫങ്ഷൻസിലുമൊക്കെ സാമ്യമുണ്ട്. നോവ 8യിലും ഹോണർ X20യിലും ഗൂഗിൾ സർവീസ് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ നോവ 8യുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് 10 EMUI ആണ്. എങ്കിൽ ഹോണർ 50 ലൈറ്റിൻ്റെ ആൻഡ്രോയിഡ് 11 മാജിക് UI ആണ്. ബാക്കിയൊക്കെ ഏതാണ്ട് സെയിം ഫങ്ഷൻസ് തന്നെയാണ് ഈ പറഞ്ഞ 3 ഫോണിനും ഉള്ളത്. മനോഹരമായ 3 നിറങ്ങളിലാണ് ഈ ഫോൺ വരുന്നത്. ഡീപ് സീ ബ്ലൂ, അതുപോലെ തന്നെ സ്പേസ് സിൽവർ, മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നിങ്ങനെ വർണ്ണാഭമായ 3 നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ആകെ ഭാരം 650 ഗ്രാമാണ്. വിലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇതിൻ്റെ വില ഏകദേശം 25,000-നും 26,500-നും ഇടയിൽ വരും. 2022 ജനുവരിയിൽ ഈ പുത്തൻ ഫോണിനെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ചങ്കുകളെ, നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ദയവായിട്ട് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക. നല്ല നല്ല അപ്ഡേറ്റുകൾക്കായി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ദിസ് ഇസ് അബു ഹംദാൻ സൈനിങ് ഓഫ്.